അളിയാ പൊന്നളിയാ നീ എവിടെ ആയിരുന്നു അളിയാ എന്റെ പൊന്നളിയാ കൈയെടുക്കാൻ നിനക്ക് എന്ത് പറ്റിയോ ഇവൻ ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എനിക്ക് നിന്നോട് സ്നേഹോ എന്തിന്? അത് കളാ, എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? എന്തിനാണ് എന്നോടുള്ള സ്നേഹം ഒളിച്ചു വെക്കുന്നത്? നിനക്ക് അങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലേ അതിപ്പോ തന്നെ മാറ്റിയേക്കാം. എനിക്ക് നിന്നോട് അശേഷ സ്നേഹമില്ലെന്ന് മാത്രമല്ല, നിന്നോട് അർപ്പും വെറുപ്പാണ്. ഇറങ്ങട്ടെ വെളിയിൽ. നീ എങ്ങനെയൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും ശരി, നിമിഷം പ്രതി നിന്നോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരിക. എനിക്കും വർദ്ധിച്ചു വരുന്നുണ്ട്. സ്നേഹമല്ല, കൈയുടെ തരിപ്പ ആശേഷിക്കാനായിരിക്കും. എനിക്കറിയാളിയാ, അതാളിയാ സ്നേഹം. ഇതാണ് സ്നേഹമെങ്കിലേ ഇതിന്റെ മൂർധന്യാവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ മറന്ന് പ്രവർത്തിക്കും. അതൊരു മരണത്തിൽ കലാശിക്കും. അതാണല്ലേ സ്നേഹം. ഇതെന്താ ഇതെന്താ ലിപ്സ്റ്റിക്കോ? എന്താണ് ചോദിച്ചു കേട്ടില്ലേ? അത് രാവിലെ ഷേവ് ചെയ്തപ്പോ മുറിഞ്ഞ ചോര, ചുവന്ന ചോര. നിന്റെ ചോരയ്ക്ക് എന്താടാ സെന്റിന്റെ മണം? അത് അന്തസ്സുള്ള ആൾക്കാരുടെ ചോരയ്ക്ക് ചിലപ്പം സെന്റിന്റെ മണമോ കാണും. അതിനകത്ത് അസുഖപ്പെടുന്ന കാര്യമില്ലേ? ഫോണോട് പത്മോ ദൈവമേ. ഞാനാ ശ്രീകുട്ടി. ചേട്ടൻ എന്താ ഹോസ്റ്റലിൽ വരാന്ന് പറഞ്ഞിട്ട് വരാത്തെ? അത് പിന്നെ ഞാൻ പിന്നെ ഒരു വലിയ ഫോട്ടോ എടുപ്പ് പരിപാടിയായിരുന്നു. അതിന്റെ പ്രിന്റും പബ്ലിസിറ്റി ആയിട്ടൊക്കെ ആകെ ബിസി ആയിപ്പോയി മോളെ. അതാ ഞാൻ വരാം. ഹലോ, എന്ത് പറ്റി ചേട്ടാ? ഒന്നും പറ്റിയില്ല, ശബ്ദം പോയി. നല്ല സുഖമില്ല. പിന്നെ വിളിച്ചാ മതി. ആരാ വിളിച്ചത്? ഡാഡിയാ. വെസ്റ്റ് ജർമ്മനിയിൽ ഒരു ഗോൾഡൻ പോമറേനിയൻ പട്ടിയെ കൊണ്ടുതരുന്നു. അതിനല്ല സുഖമില്ല, അത്ര കഷ്ടമായി പോയി. ശബ്ദത്തിന് എന്ത് പറ്റി? എന്റെ ശബ്ദത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. പോവും പിന്നെ തിരിച്ചു വരും. ഓഹോ ശ്യാം, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ? ഞങ്ങളുടെ ഫ്ലൈറ്റ് മുഴുവൻ മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പൊ 11:30 എത്തുന്ന ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ഇനി മുതൽ 7:30 തന്നെ ലാൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്കൊരു ദിവസം 3 മണിക്കൂർ കൂടുതൽ കിട്ടുന്നു അല്ലേ? യെസ്. അപ്പോ ബോംബെ ഫ്ലൈറ്റ് പഴയ സമയത്ത് തന്നെയാണോ? ഇല്ല, അത് മാറും. രക്ഷപ്പെട്ടു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞതാ, ഞാൻ കേട്ടതല്ലേ. സത്യം പറയൂ, ശ്യാം ഏത് പെൺകുട്ടിയോടാണ് സംസാരിച്ചത്? നീ അല്ല ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ ഇന്നുവരെ നോക്കിയിട്ടില്ല. ഞാനൊരു പെണ്ണിനോട് സംസാരിച്ചത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണ്ടല്ലോ. ആരാ ഇന്ദുമേനോൻ? ഒരു ഇന്ദുമേനോൻ എഴുതിയ കത്ത് ഇവിടെ ഇരിക്കുന്നു. ഇന്ദുമേനോനാ? ഞാൻ എഴുതിയതായിരിക്കും. അതിന് നിന്റെ പേര് ഇന്ദുമേനോനാണ്. വഴിയാണോ ഒരു പെണ്ണ് ഇവിടെ എഴുത്തെഴുതി വെക്കൂ. അറിയാം, നമുക്കിത് കണ്ടുപിടിക്കാം. നിനക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇറങ്ങി പോടാപ്പില്ലേ. പക്ഷെ എനിക്കറിയണം ആരാ ഇത് എഴുതിയെന്ന്. അത് പിന്നെ ഇന്ദു ഞാൻ കൊറേ ദിവസം കൊണ്ട് ഒരു കാര്യം പറയണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ ലെറ്റർ. അതെനിക്കറിയാം. ഇത് ആരെഴുതി, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയണം. ആരാണ് ഇന്ദുമേനോൻ? ഓ, ഇന്ദു മേനോൻ. ഈ താഴത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മേനോനില്ലേ, മേനോന്റെ ഭാര്യയുടെ അനിയന്റെ മകന്റെ ഭാര്യ ഇന്ദു. മകന് മേനോനാകുമ്പോ മകന്റെ ഭാര്യ മേനോത്തിയാണോ? ആണല്ലോ ഇന്ദു മേനോൻ. ഇനി ഫ്ലാറ്റ് മാറി ലെറ്റർ ചിലപ്പോ അവിടെയും ഇവിടെയും. ഇതെങ്ങനെ എന്നെ മറ്റേതെങ്കിലും പെൺകുട്ടികളായി ബന്ധപ്പെടുത്തി പത്മ ചിന്തിക്കുന്ന എനിക്ക് വളരെ സങ്കടമുണ്ട്. സോറി ശ്യാം, ശ്യാമിന്റെ കാര്യത്തിൽ ഞാൻ വളരെ പോസസീവാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. നിന്റെ ഉദ്ദേശം എന്താണ്? നീ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അവരുടെ നിയമം അനുസരിച്ച് 3ഓ 4ഓ കല്യാണം കഴിക്കാമായിരുന്നു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ എന്നുപോലെ ഹിന്ദുക്കൾക്ക് 3ഉം 4ഉം കല്യാണം കഴിക്കാനുള്ള നിയമം ഉണ്ടായത്. ഭാര്യമാരാണെങ്കിലേ പ്രശ്നമുള്ളൂ. ഭാവി വധു എന്നൊരു ഏർപ്പാടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു ഭാര്യയുടെ എല്ലാവിധ ഗുണങ്ങളും ഒരു ഭാവി വധുവിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഭാര്യമാരുടെ ഒരു ദൂഷ്യവും നമ്മൾ അനുഭവിക്കാൻ വേണ്ട. മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്താൽ പെണ്ണൊരു സുഖമുള്ള ഏർപ്പാടാ മോനെ. അട്ടെ, എന്തുദ്ദേശിച്ച അളിയൻ ഇവിടെ കറങ്ങി നടക്കുന്നത്? അല്ല, ഈ 3 എണ്ണത്തിനെ ഒറ്റയ്ക്ക് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും?
ഈ വിഷമവൃത്തത്തിൽ നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോവളിയാ? എന്റെ പൊന്നളിയൻ അതോർത്ത് വിഷമിക്കണ്ട. പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ചെല്ല് 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 ചെല്ല്. എന്നാലും എനിക്കൊരു മനോവിഷമളിയാ. ഇത് മനോവിഷമല്ല അളിയ, ഇത് അസൂയാണ് അളിയ, അസൂയ. അതാ അതിന്റെ പേര്. അളിയൻ പോകുന്നുണ്ടോ അതോ അളിയന്റെ തടി ഞാൻ ചീത്തയാക്കണോ? ഇപ്പൊ പെട്ടെന്ന് ഞാൻ എവിടെ പോവാനാ? വേറൊരു സ്ഥലം എത്താ ഞാൻ ഉടനെ മാറിയേക്കാം. ഉറപ്പാണ്? ഉറപ്പാണളിയാ. ആ, എന്നാലും നീ എന്നെ ഒരു അന്യനായി കണക്കാക്കുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ടല്ലേ. നീ ഒന്ന് മനസ്സിലാക്ക്, എന്നെ പോലെ ഒരു ആത്മാർത്ഥ സ്നേഹിതനെ നിന്റെ ജന്മത്തിൽ നിനക്ക് കിട്ടത്തില്ല. എന്നെ വിശ്വസിക്കളിയാ. അല്ലെ കൈ കൊടുക്ക്, കൈ കൊടുക്കളിയാ. ശരിയാവില്ല. ഒളശേട്ടൻ എന്നോട് പണ്ടേ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചതൊന്നും പറഞ്ഞു തരില്ലായിരുന്നു. മനുഷ്യന് അസൂയ പാടില്ല. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കാന്താരിയല്ലേ കാന്താരി. എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അനുലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ്. ഓഹോ, അവൻ അത്രയ്ക്കായോ? സത്യത്തിൽ ആ പെമ്പിള്ളേർക്ക് അവനോട് എന്തെങ്കിലും മതിപ്പുണ്ടോ? എവിടെന്ന് പിന്നെ എങ്ങനെ വശമായിട്ടാ? ഒപ്പി ഒളച്ച ഒളച്ചപ്പി. ആ, ഒളച്ച എങ്കിൽ ഒളച്ച. നമുക്ക് എന്ത് സഹിക്കാം. പക്ഷേ മാണിക്യ വീണ മുതലാളയന്തിയും മദാലസ മഞ്ജുള വാക്യുലാസിൻ അത് സഹിക്കില്ല. എന്ന് വെച്ചാ? എന്ന് വെച്ചാൽ മാണിക്യ വീണയാണെന്നും പറഞ്ഞു മരവീണ കാണിച്ചും മദാലസകളെ വളയ്ക്കുന്ന ഏർപ്പാട് പ്രാട് പണി. എച്ചിത്തരവാ, എച്ചികളേത് ചെയ്യൂ. പക്ഷെ നമ്മളോട് അങ്ങനെ കാണിച്ചാൽ നമ്മളും തിരിച്ചടിക്കണം. എങ്ങനെ? അനുലൂട്ടി തിരിച്ചു അങ്ങോട്ട് പ്രാട് വേല കാണിക്കണം. അപ്പൊ ഞാനും ഒരു എച്ചി ആവൂലേ? ആണല്ലോ. അല്ല, ആവണമല്ലോ. എങ്കിലേ നമുക്കും നേടാൻ പറ്റും. ആദ്യം ആ ഫ്ലാറ്റ് കയ്യിൽ ഒതുക്കണം. എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് ആരോടും പറയരുത്. പറഞ്ഞ ഞാൻ ഇനി ഒരു കാര്യത്തിനും സഹായിക്കില്ല. ഇല്ല. ആരുടെ ഈ ഫ്ലാറ്റ്? മേജർ ശ്രീകണ്ഠൻ നായർ, നമ്പർ 19 4th Avenue, ടി നഗർ, മദ്രാസ്, പിൻ 6017. മേജർ ശ്രീകണ്ഠൻ നായർ, 4th Avenue, നമ്പർ 19. കാശ് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അവനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. പാത്രം അറിഞ്ഞു വേണമല്ലോ ഭിക്ഷ കൊടുക്കാൻ. ഏത് പാത്രത്തിൽ വേണം എന്ന് ഉപദേശിച്ചാൽ മതി. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. ഇവിടുത്തെ ചീഫ് എഡിറ്ററിനേക്കാളും മാനേജ്മെന്റ് തലത്തിൽ എനിക്ക് പിടിപാടുണ്ട്, ആൾ സ്വാധീനമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നീയാ തീരുമാനിക്കേണ്ടത്. മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം ചേട്ടൻ ഇതിന് പറ്റിയ ആളാണ്. കാശൊരു പ്രശ്നമല്ല, സംഭവം നടന്നാൽ മതി. കാശ് പ്രശ്നമാണ്, സംഭവം നടക്കും. ഏറ്റല്ലോ. ഹലോ, ശ്യാമല്ലേ? ആ, ശത്രു സജീവമായി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷത്തിലും എന്തും സംഭവിക്കും. മനസ്സിലായി. ശത്രുവിന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യുക. ചെയ്യാനൊന്നുമില്ല. ഞാൻ നേരിട്ട് ഈ കേസിൽ ഇടപെടുക. സാമ്പത്തിക ലാഭം മാത്രമാണ് എനിക്ക് ഈ കേസിലുള്ള താല്പര്യം എന്നറിയിച്ചുകൊള്ളുന്നു. വെക്കട്ടെ, ബായ്. ആവശ്യത്തിനുതകുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. മൂക്കി തൊടാ ഇങ്ങനെ തൊട്ടാ പോരെ, ഇങ്ങനെ ചുറ്റണോ? കാര്യം പറഞ്ഞു തൊലയണ്ണ. അതായത് ശ്യാം ഇപ്പോൾ ജീവിക്കുന്ന പോലെ ആ ഫ്ലാറ്റിൽ ഞാൻ ജീവിക്കുന്നു എന്ന് വെക്ക. അതങ്ങനെ? അങ്ങനെ വെക്ക്. വെച്ചു. ഒപ്പം ഈ പെൺകുട്ടികളും ഉണ്ടെന്ന് വെക്ക്. അതങ്ങനെ? അങ്ങനെ വെക്ക്. വെച്ചു. നിനക്ക് ഞാൻ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം തരുന്നെന്ന് വെക്ക്. നടക്കാത്ത കാര്യം ചുമ്മാ എന്തോ. അങ്ങനെ വെക്കണ്ട കുട്ടപ്പാ. വെച്ചു വെച്ചു. എന്നാൽ നീ ഇപ്പൊ അവന് ചെയ്യുന്ന പണി നിർത്തി അതേ പണി എനിക്ക് ചെയ്യൂ. അത് ശരി. അപ്പൊ അണ്ണൻ പാരവയ്ക്കാൻ ഇറങ്ങിയിരിക്കാനല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അവനിപ്പം സ്ഥലം മാറ്റം കിട്ടി പോവുകയോ മറ്റോ ചെയ്താലും അവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ സെറ്റപ്പ് നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകണ്ടേ? അല്ല, അതാണല്ലോ അതിന്റെ ഒരു. അണ്ണനാണ് അണ്ണ ആത്മാർത്ഥ സുഹൃത്ത്. ഇങ്ങനെ കുറെ സുഹൃത്തുക്കളെ കിട്ടിയാൽ മതിയല്ലോ ജീവിതം ധന്യമാകാൻ. ഏതായാലും എന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ചിക്കിലി കറക്റ്റായിട്ട് കിട്ടിയാ ഞാൻ ആർക്ക് വേണ്ടിയും എന്ത് പണിയും ചെയ്യും. അതാണ് കുട്ടപ്പന്റെ ഒരു തത്വം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഷുഗർ ആണല്ലോ? ഷുഗർ. അപ്പൊ എനിക്ക് മുന്നോട്ട് പോകാമല്ലോ? ഓ അണ്ണാ, മുമ്പ് കുഴികള്. ദിക്കമ്മായത് അങ്ങോട്ട് പിടിച്ചേ. ഓ, എനിക്ക് വേണ്ടായിരുന്നു. ദിക്കമ്മായത് കുടിക്കണം. ഇത് മദ്യമല്ല, മരുന്നാണ്. അമ്മായി രാവിലെ എത്ര മണിക്ക് എണീറ്റ്? ഒരു 4 മണി. നോ 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 9 o'clock. 9 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ ഒരു 4 മണിക്കെങ്കിലും ഉണരണ്ടേ? ഞാൻ ഉണർന്നാൽ ഉടനെ എഴുന്നേക്കും. അതാണ് എന്റെ പതിവ്.
ശരി, എന്നാലും അമ്മായി ഇപ്പൊ എഴുന്നേറ്റിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായി? അമ്മായിക്ക് ജീവിതത്തിൽ ഒരു വിശ്രമം എന്താണെന്ന് അറിയണ്ടേ? എന്ത് ചെയ്യാനാ കുട്ടി, നമ്മളൊരു ജോലി ഏറ്റെടുത്താ അത് ചെയ്യണ്ടേ? സി മൈ ഹസ്ബൻഡ്, ഹി വാസ് an army man. I have that discipline. ഓക്കെ, എഗ്രി. എന്നാലും ഈ വയസ്സുകാലത്ത് അമ്മായിയെ കൊണ്ട് അവനിങ്ങനെ പണിയെടുപ്പിക്കാൻ കഴിയുമോ? ആ കണ്ണിക്ക് വരയില്ലാത്തവൻ. ശരി, പോട്ടെ. ചെയ്യുന്ന പണിക്കനുസരിച്ച് കാശ് തരുന്നുണ്ടോ? ഒരിട്ട് സ്നേഹം തരുന്നുണ്ടോ? എത്രയാ? 150 ഉലുവ. മഹാഭാവി, അടിമപ്പണി എന്നേ ഈ ലോകത്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഇന്നും ഈ 4 ചുവരുകൾക്കുള്ളിൽ അമ്മായിയെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് അലവലാതി. ഒന്ന് ആലോചിക്കുമ്പോ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഇതൊക്കെ ഒരു പിള്ളേര് കളിയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അതാണ് അമ്മായിക്ക് പറ്റിയ തെറ്റ്. ഒന്നും അങ്ങോട്ട് പറയാതിരിക്കുക, അതാണ് അവന് വളം. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിന് ഇരട്ടി ശമ്പളം ഞാൻ തരും, ഇതിന് ഇരട്ടി സ്നേഹം ഞാൻ തന്നേനെ. കൂടുതൽ സംസാരിച്ച എന്റെ മൂന്നൊക്കെ ധ്യാനം തരും. അമ്മായി ഒരിക്കലും പന്ന കഴിവറുടെ മോനെ, നീ എനിക്കൊരു പാരയും വാങ്ങിച്ചോണ്ട് ആളോടാ ബോംബെന്ന് വന്നിരിക്കുന്നത്. എന്തോന്ന് വാങ്ങിച്ചെന്നാ അളയാ? ഈ പുറപ്പെടുന്ന ധൃതിയിൽ അളയിൽ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനൊരു സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിട്ട് വെച്ചത് ഞാൻ അറിഞ്ഞു. അതെ, വാങ്ങിക്കാനല്ല, അതിലും വലിയ ഒന്ന് കണക്ക് തരാനാ വന്നിരിക്കുന്നത്. നീ ഇനി ഇവിടെ ഒരു നിമിഷം താമസിച്ചാൽ നിന്റെ കൈയും കാലും അടിച്ചൊടിച്ച് ഉത്തരത്തി തൂക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണല്ലോ നിങ്ങളും വാങ്ങിക്കും. അറബി കൂടാരത്തിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരി ആയാലോടാ നിന്നെ കയറ്റി താമസിപ്പിച്ചത്. എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് സുഖലോലുപനായിട്ട് കഴിയാന്ന് വിചാരിച്ചു അല്ലടാ? നിന്നെ കൂടും കുടുക്കെടുത്ത് ചോദിക്കാം. നീ ഒന്നുകൂടെ ആലോചിക്കണേ. പെട്ടിയെടുത്താൽ ആരോട് പൊട്ടുന്ന സാധനം അടിച്ചു പൊട്ടിക്കും. ഇതെല്ലാം കെട്ടിപ്പറക്കി എടുത്തോണ്ട് ഇവിടെ ഇപ്പൊ ഇറങ്ങണം, ഇപ്പൊ ഇറങ്ങണം. ഒന്നുകൂടി ആലോചിച്ച് മിണ്ടിപ്പോരുത്. അവസാന തീരുമാനമാണോ? നീ എന്റെ അത് ചവിട്ട് വാങ്ങിച്ചാൽ ഇറങ്ങുള്ളൂ. ഗുഡ് ബൈ. ഇനി ഞാൻ എവിടെ പോകാൻ? ആ ശ്രീകണ്ഠൻ നായരുടെ അല്ല, പിന്നെ ശ്രീകണ്ഠൻ നായരോ? അല്ലടേ, ആ ശ്രീകണ്ഠൻ നായർ അഡ്രസ് എന്തോന്ന്? നമ്പർ 19 4th Avenue, ടി നഗർ. അല്ല, ശ്രീകണ്ഠൻ നായർ നീയായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. പിന്നെ അല്ല, പുള്ളിക്ക് ഇതുപോലെ വല്ല ഫ്ലാറ്റുകളും സൂക്ഷിക്കാനുണ്ടോ എന്ന് ഞാനൊന്ന് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? നമ്മൾ തമ്മിൽ എന്തോന്ന് പ്രശ്നം? ഞാൻ ആ ശ്രീകണ്ഠൻ നായരെ ഒന്ന് കാണുന്നു, ചില പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഈ ഡിസ്കസ് ചെയ്യാനേ നീയും ശ്രീകണ്ഠൻ നായരുമായിട്ട് വല്ല പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നുണ്ടോ? വേണ്ടറിയാ, വേണ്ട. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ പോട്ടെ. അതാണളിയാ, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പോരട്ടെ. അതാണളിയാ സ്നേഹം. വേണ്ടളിയാ, അതിസ്നേഹം ബദ്ധവിരോധം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അതിസ്നേഹമാകും, വെട്ടും കുത്തും. ആരെ കുത്തും? ഞാനോ? അളിയന് വേണമെങ്കിൽ എന്റെ നെഞ്ചത്ത് കുത്തിക്കോ. പക്ഷെ നമ്മുടെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടി ഞാൻ 1 2 കുത്ത് സഹിക്കും. പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിച്ചോ, എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫിൽ നീ മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല. ഉറപ്പാണല്ലയാ? കൊടലേ കൈ ഉറപ്പാണല്ലോ. അല്ലേ, കൊടലേ കൈ. അങ്ങനെയാണ് നീ ആ ഒളിച്ചു വെച്ചിരിക്കുന്ന സ്കോച്ചിനകത്ത് നിന്ന് ഒരു പെക്കിങ് എടുത്തത്. ഞാൻ കണ്ട് ഗുഡ് ബൈ. അയ്യോ, അല്ല അല്ല, അമ്മായി എവിടെ പോന്നു? എങ്ങോട്ടെങ്കിലും. എനിക്ക് വയ്യ, ഇവിടെ നിൽക്കാൻ ഒട്ടും വയ്യ. അമ്മായി, ഞങ്ങളുടെ പ്രശ്നം തീർന്നമ്മായി. അമ്മായി എങ്ങോട്ടും പോവില്ല. പിള്ളേരുടെ കുസൃതിയാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് സഹിച്ചു. ഇനി അങ്ങോട്ട് വയ്യ, ഞാൻ പോകുന്നു. അമ്മായി, ഞാൻ വിടൂല. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അമ്മയുള്ള സ്നേഹം കൊണ്ടല്ലേ. അളിയാ, ഒരു അമ്മയെ പോലെ അളിയാ ഞാൻ അമ്മയെ സ്നേഹിക്കുന്നത്. സ്നേഹം എന്നെ തള്ളേന്ന് വിളിച്ചതും തള്ളി താഴെയിട്ടതും ഒക്കെ സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കാൻ എനിക്ക് വിഷമമുണ്ട്. ഈ തള്ള എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാ? അമ്മ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവനും എന്റെ അമ്മയെ തള്ളി താഴെയിട്ടാലും ഞാൻ പറയും അത് സ്നേഹത്തിന്റെ പുറത്താണെന്ന്. അതെ,
അമ്മായി ഒരു കാര്യം ആലോചിക്കണം. കുറച്ചു മുമ്പ് ഇവനെ ഞാൻ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ഇവിടെ 4 പ്രാവശ്യം തലക്കടിച്ചില്ലേ? എന്നിട്ട് മുമ്പെല്ലാം പറഞ്ഞോ എന്താ സ്നേഹം, ആത്മാർത്ഥ സ്നേഹം. അമ്മായി ഞങ്ങളുടെ സ്നേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അമ്മായി ഒരു സ്മോൾ അടിക്കണം. വായിലൊഴിച്ച് കുറേ അമ്മായി കഴിക്കണം. കഴിക്കണം. എങ്ങും പോകണ്ട അമ്മായി, എങ്ങും പോകണ്ട. വാളിയാ നമുക്ക് സ്റ്റൈലായിട്ട് കുടിക്കാം. എന്താന്ന് ഇതാ അണ്ണാ അണ്ണാ അയ്യോ അണ്ണാ അയ്യോ കളിച്ചണ്ണ അണ്ണോ അണ്ണന്റെ മുറപ്പണ് ഒരു തടിയിലും കൂടെ താഴെ വയ്ക്കുന്ന ആ കൂടെയുള്ള തടീനെ കണ്ടിട്ട് അണ്ണനെ സ്വന്തക്കാരാണെന്ന് തോന്നുന്നു. വേറും ചത്തല്ലോ. എങ്കിൽ എന്റെ അമ്മാവനെ ശ്രീകുട്ടിയുടെ അച്ഛൻ എല്ലാ ഗെറ്റടി അമ്മ വന്നിരിക്കുന്നു പെണ്ണ് കാണാൻ. പിന്നെ വളരെ ബഹുമാനത്തോടെ ഇരിക്കണം. എനിക്ക് എന്റെ അച്ഛനേക്കാൾ പേടിയാണ് അമ്മാവനെ. പിന്നെ ഒന്നും ചോദിക്കാൻ പറയാനൊന്നും വേണ്ട. വാ. പിന്നെ കൂടെ ഉള്ളത് മറ്റാരുമല്ല, വകയിൽ എന്റെ ഒരു പെങ്ങളാ. ഒന്നും തെറ്റിദ്ധരിക്കരുത്. എന്തൊന്നും തെറ്റിദ്ധരിക്കും. അമ്മാവ പിന്നെ അമ്മാവനെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. കത്ത് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിലെ പിന്നെ ബസ് സ്റ്റാൻഡിലെ അല്ല പിന്നെ അമ്മ ട്രെയിനിലാണ്, ടാക്സിയിലാ. അത് ശരി. പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ അനിൽ. ഇവന്റെ വീടാ ഇത്. സ്വന്തം വീടാ, വാടകയൊന്നുമല്ല. ഇത് ഡ്രൈവർ കുട്ടപ്പൻ, നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരൻ. ഡ്രൈവർ നീ വണ്ടി വാങ്ങിച്ചോ? വാങ്ങിച്ചു. പക്ഷേ പിന്നെ വാങ്ങിച്ചതല്ല. പിന്നെ ഞാൻ കാറിനാ കൂടുതൽ സഞ്ചാരം. അതിനുള്ള കാശെല്ലാം കമ്പനി തരും. നല്ല അന്തസ്സുള്ള കമ്പനി. കഥ തുറക്കാം. ഇരിക്കണം. പിന്നെ അനിലിന്റെ അമ്മയും സഹോദരിയും താമസിക്കുന്ന സ്ഥലത്ത് എനിക്കെന്ത് കാര്യം എന്ന് അമ്മാവൻ ചിന്തിക്കുന്നുണ്ടാവും. കഷ്ടമാണ് അമ്മാവ. അനിലിന്റെ ഏക സഹോദരി ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. നീയാണോ ചികിത്സ? കണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മാവൻ അങ്ങനെ ഇരിക്കുമ്പോ ചില കാച്ച് നമ്മള് ചിരിച്ച് സമാധാനക്കാരനാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാ നിങ്ങൾ ചിരിക്കുന്നേ? അമ്മാവൻ സീരിയസ് ആയിട്ട് ചോദിച്ചാണോ? സോറി അമ്മാവ. നിമിഷങ്ങൾ എണ്ണി കഴിയുന്ന പെങ്ങളെ ഓർത്ത് നെഞ്ചുരുക്കുന്ന അനിലിനെ ആശ്വസിപ്പിക്കാൻ ഞാനിവിടെ അങ്ങ് കൂടിയെന്നേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞാണ് ഇതാണ്. അതെ അതെ. അയ്യോ ചുമ്മാ ഇങ്ങനെ കാര്യം പറയാൻ നോക്കുന്നു. അമ്മാവ സാരല്ല അമ്മാവ. പ്രശ്നം അവസാനിക്കാൻ പോകുന്നുണ്ട്. ആരെ കണ്ടാലും ഇത് പതിവാ. അമ്മാവന്റെ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് ഞെട്ടിപ്പോയതേ ഉള്ളൂ. കണ്ടാ തോന്നില്ല അല്ലേ മോളെ? എലീന ഒരു ക്രിസ്ത്യൻ പെണ്ണാണെന്ന് കണ്ടാ തോന്നുകയില്ലെന്ന്. അതല്ല, എന്നെ വിളിച്ചോ? മനസ്സിലായി കാണുമല്ലോ. ചായ. ഹേയ് വേണ്ട, നേരമില്ല. അത് പറ്റില്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? വിവാഹങ്ങൾ നീട്ടിക്കൊണ്ടുപോയാൽ? നീട്ടുന്നില്ലല്ലോ. അന്ന് തീരുമാനിച്ച പോലെ തന്നെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവനും അമ്മാവയും കൂടി ഒരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ ധൃതിയായി. എത്ര നാളായിട്ടാ ഞാനിവിടെ ഒറ്റത്തടിയായിട്ട്. ആ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അറിയിച്ചാൽ അപ്പൊ തന്നെ കല്യാണം നടത്തി തരില്ലേ? പിന്നെ അമ്മാവന് ഞാൻ അന്യജാതിപ്പെട്ട ഒരു പ്രസ്ഥാന പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്ന വിവരം അറിയാൻ പറ്റുമോ? അല്ല, എലീന ക്രിസ്ത്യൻ ആണല്ലോ. അപ്പൊ കല്യാണത്തിന് പിന്നെ അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരൊക്കെ വരും. യാഥാസ്ഥിതികനായ അമ്മാവനെ അത് ഇഷ്ടപ്പെടുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കല്യാണത്തിൽ സംബന്ധിക്കാൻ പറഞ്ഞ പോലെ മതം നോക്കാൻ മാത്രം അല്ല, അത്രയ്ക്ക് പഴഞ്ചൊന്നുമില്ല. എനിക്കത് മനസ്സിലായി. പക്ഷെ അതെ, ഇങ്ങനൊരു സന്ദർഭത്തിൽ എലീനയ്ക്ക് മാനസികമായ ആഘാതം ഉണ്ടാക്കുന്നത് ശരിയല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. അതാ നല്ലത്. അപ്പൊ ചാ വേണ്ട, നീ എന്നാ അങ്ങോട്ട് വരുന്നത്? തീയതി നിശ്ചയിക്കണം. ഒരാഴ്ചക്ക് ഞാനവിടെ പറഞ്ഞെത്തും. ഇപ്പൊ എല്ലാ പ്രശ്നം തീർന്നു. ശരി, കമ്പനി വണ്ടി കൊണ്ടുവിടും. കമ്പനി വണ്ടി കൊണ്ടുവിടും. അമ്മാവനെ എലീന ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഗ്രീൻ സിഗ്നൽ കിട്ടി.